ദൈവനാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനാ ദിനത്തിലേക്ക് താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 30, 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. ഈ അധ്യായം പൂർണ്ണമായും എലീശ പ്രവാചകനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ, അല്ലെ എലീശ പ്രവാചകനുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങളാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്, ഈ പ്രവാചകന്റെ ശിഷ്യന്മാരിൽ ഒരുത്തി എലീശയോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്, അല്ലെങ്കിൽ നിലവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ, എലീശയുടെ മുമ്പിൽ വന്ന സ്ത്രീയുടെ ഭർത്താവ് ഇദ്ദേഹത്തിന്റെ ഒരു ശിഷ്യനായിരുന്നു, പ്രവാചക ശിഷ്യനായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. പക്ഷെ അദ്ദേഹത്തിന് കുറച്ച് കടമുണ്ടായിരുന്നു. ആ കടക്കാരൻ ഇപ്പൊ വന്ന് ഈ പ്രവാചക ശിഷ്യന്റെയും ഈ സ്ത്രീയുടെയും മക്കളെ, 2 ആൺമക്കളുണ്ട്, അവരെ അടിമകളാക്കുവാൻ, പണം കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്നാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനാണ് ഈ സ്ത്രീ നിലവിളിക്കുന്നത്. ഇവിടെ മറ്റൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മറ്റുള്ളവരോട് കടം മേടിക്കുന്നതും കടക്കാരനാകുന്നതും ദൈവം അനുവദിക്കുന്ന ഒരു കാര്യമല്ല. എല്ലാത്തിനും സർവശക്തനായ സമ്പന്നനായ ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ ഇത്തരം കടത്തിലാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ദൈവത്തിന്റെ വചനം തന്നെ പറയുന്നുണ്ട്, കടം വാങ്ങുന്നവൻ കടം കൊടുക്കുന്നവന് അടിമ. എന്തിനാണ് അങ്ങനെയും കൂടെ പറഞ്ഞിരിക്കുന്നത്? അത് അനുവദനീയമല്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതമല്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ബൈബിൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് നടന്നവർക്ക് ഒരു മുട്ടും ഉണ്ടായിരുന്നില്ല, അവർ ബഹുസമ്പന്നന്മാരായിരുന്നു എന്ന് നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ ഇനി സംഭവത്തിലേക്ക് വരാം, അതങ്ങനെ നിൽക്കട്ടെ. എന്തായാലും ഇവർ കടത്തിലായി. ഇവിടെ ഇനി അതിനുള്ള പരിഹാരമാണ് ഇവിടെ ആവശ്യം. എലീശ പരിഹാരം കൊടുക്കുന്നുണ്ട്. എലീശ പറയുന്നത്, നീ വീട്ടിൽ ചെന്നിട്ട് ഒരു വീട്ടിൽ എന്തോ ഉണ്ടെന്ന് ചോദിക്കും. അപ്പോൾ അവൾ പറഞ്ഞ്, എനിക്ക് ഭരണി അല്ലേ ഉള്ളെന്ന് പറയും. അപ്പം നീ ചെന്ന് നിന്റെ അയൽക്കാരൊക്കെയും വെറും പാത്രങ്ങൾ വാങ്ങുക, പരമാവധി പാത്രങ്ങൾ വാങ്ങി അതിനകത്ത് നീയും മക്കളും വാതിലടച്ച് ഇരിക്കുക. എന്നിട്ട് ആ ഭരണിയിൽ എണ്ണയുണ്ടല്ലോ, നിന്റെ വീട്ടിലെ ഭരണിയിൽ എണ്ണയുണ്ട്, ആ എണ്ണയിൽ നിന്ന് ഈ പറഞ്ഞ പാത്രങ്ങളിലെല്ലാം പകർന്ന് മാറ്റി മാറ്റി വയ്ക്കുക. അപ്പോൾ അവിടെ നടക്കുന്ന അത്ഭുതം എന്ന് പറയുന്നത്, ഈ ഭരണിയിൽ എടുക്കും തോറും എണ്ണ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എത്ര പാത്രമുണ്ടോ അത്രയും പാത്രത്തിൽ നിറയാൻ തക്കവണ്ണ എണ്ണ ആ ഭരണിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പാത്രങ്ങളും നിറച്ചു. അപ്പം ഇനിയും പാത്രം കൊണ്ടുവരാൻ പറയുമ്പം ഇനിയും പാത്രം ഇല്ല എന്ന് പറയും. അങ്ങനെ അത് എപ്പോഴാണോ അത് പറയുന്നത്, അപ്പോൾ എണ്ണ വീണ്ടും ഉണ്ടാകുന്നത് നിൽക്കുകയും ചെയ്തു. ഈ വിവരം പോയി എലീശ പ്രവാചകനോട് പറയും. എലീശ പ്രവാചകൻ പറയും, നീ അത് വിറ്റ് നിന്റെ കടം വിട്ട് പിന്നെ നിന്റെ ഉപജീവനവും അതുകൊണ്ട് നടത്തിക്കൊള്ളാൻ പറയും. അതങ്ങനെ തന്നെ സംഭവിക്കുന്നു. ആ കടവും തീർന്നു. പിന്നെ അവർക്ക് ജീവിക്കാൻ ആ എണ്ണ കുറേ നാൾ ജീവിക്കാൻ അത് മതിയാവുകയും ചെയ്തിരുന്നു. വിറ്റ് പൈസ പണം കൊണ്ട് അവർക്ക് ജീവിതം കഴിക്കാൻ ഇടയായി. പിന്നെ മറ്റൊരു സംഭവം, അവിടെ ശൂനേമിലൊരു ധനികയായ സ്ത്രീ ഉണ്ടായിരുന്നു. അത് യാത്രാമധ്യേ ഒക്കെ അതിലേ പോകുന്ന ഒരു സംഭവമാണ്. ആ സ്ത്രീ ഇദ്ദേഹത്തെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിച്ചു. പിന്നെയൊക്കെ എപ്പോഴൊക്കെ ആ വഴി പോകുമോ അപ്പോഴൊക്കെ ആ ഭവനത്തിൽ കയറും, അവൾ ആഹാരം കൊടുക്കും. അതൊരു പതിവായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം ഈ സ്ത്രീ അവരുടെ ഭർത്താവിനോട് പറയും, ഇതൊരു ദൈവപുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ വീടിന് മുകളിലൊരു മാളിക മുറി ഉണ്ടാക്കി കൊടുക്കാം, അദ്ദേഹം വരുമ്പോഴൊക്കെ അവിടെ വന്ന് താമസിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ഒരു മുറി പണിതു. അതിലൊരു കട്ടിൽ, ഒരു മേശ, ഒരു കസേര ഒക്കെ റെഡിയാക്കി ഇട്ടു. അങ്ങനെ ഒരു ദിവസം വരുമ്പോൾ ഈ അദ്ദേഹം അവിടെ കൂടെ ഗേഹസി എന്ന അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റ് കൊണ്ട് ഗേഹസിയോട് പറയും, ഇവൾക്കെന്തോ ഒരു മാനസിക വിഷമുണ്ട്, ഇവൾക്കെന്തോ ഒരു കാര്യം ചെയ്തു കൊടുക്കാനുണ്ട്, ഇവൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ നമുക്ക് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ ഇന്ന് അവളെ വിളിക്കുക എന്ന് പറയും ഗേഹസിയോട്. ഗേഹസി അവൾ വാതിൽക്ക് വന്നു. അപ്പോഴാണ് ഗേഹസി പറയുന്നുണ്ട്, അവർക്ക് മകനില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം അവളോട് പറയുകയാണ്, അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നിനക്കൊരു മകൻ ഉണ്ടാകും എന്ന് പറയും. അപ്പോൾ അതിന് അവൾ അതത്ര വിശ്വസിച്ചില്ല. അവൾ പറയുന്നത്,
യജമാനെ അടിയനോട് പോഷ്ക്ക് പറയരുത് എന്നാണ്. പക്ഷേ അതേ പറഞ്ഞ പോലെ അടുത്ത വർഷം ആ സമയമാകുമ്പം ആ സ്ത്രീ ഒരു മകനെ പ്രസവിച്ചു. ബാലൻ കുറേ വളരുകയും ചെയ്തു. കുറേ വളർന്ന് ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലനായ സമയത്ത് തലയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്, അസുഖം, എൻ്റെ തല എന്ന് പറയുന്ന ഒരു അസുഖം വന്നു. അദ്ദേഹം അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി. ഈ അപ്പൻ അത് വയലിലിരിക്കുമ്പോഴാണ് അമ്മയുടെ അടുക്കൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി. എന്നിട്ട് അങ്ങനെ ഉച്ചവരെ അവളുടെ മടിയിലിരുന്ന ശേഷം ആ മകൻ മരിച്ചു പോവുകയാണ്. അപ്പോൾ അവള് കയറി ചെന്ന് വിശ്വാസത്തോടെ ദൈവപുരുഷന്റെ കട്ടിലിൽ കിടത്തിയിട്ട് വാതിലടച്ച് പുറത്തിറങ്ങി. വേഗത്തിൽ ദൈവപുരുഷന്റെ അടുക്കളയിലും പോയി, വരേണ്ടതിന് എനിക്കൊരു ബാല്യക്കാരനെയും ഒരു കഴുതയെ അയച്ചു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഭർത്താവ് ഒരു ബാല്യക്കാരനെയും കഴുതയെ അയച്ചു കൊടുത്തു. അവർ വേഗത്തിൽ അവിടുന്ന് കർമ്മൽ പർവ്വതത്തിലെത്തുകയാണ്. കർമ്മൽ പർവ്വതത്തിലെത്തി. അപ്പോൾ ദൂരെ വെച്ച് തന്നെ അദ്ദേഹം ഈ സ്ത്രീയെ കാണുന്നുണ്ട്. ഗേഹസിയോട് പോയി പറയുന്നുണ്ട് അവളുടെ സുഖവിവരം അന്വേഷിക്കാൻ. പക്ഷെ അവള് വഴിയിലെങ്ങും തങ്ങാതെ നേരെ കർമ്മൽ പർവ്വതത്തിലെത്തി. ഇദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്തെത്തി. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ തന്നെ ഗേഹസിയും എലീശ പ്രവാചകനും കൂടെ ആ സ്ത്രീയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നപ്പം കട്ടിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. അപ്പം മുറിയിൽ താനും ബാലനും മാത്രം അകത്തോട്ട് നിന്നിട്ട് വാതിലടച്ചു. പിന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തൻ്റെ ബാലൻ്റെ കൈയും തൻ്റെ കൈകളും വായും കണ്ണും ഒക്കെ നേരെ വെച്ചുകൊണ്ട് ആ ശരീരത്തിന് മേൽ കയറി കിടന്നു. അപ്പോൾ ഈ എലീശ പ്രവാചകൻ മറ്റേ ശരീരം തണുത്തിരിക്കുകയാണ്. ഈ ശരീരത്തിൽ നിന്ന് ചൂട് അതിലേക്ക് പകർന്നു. വീണ്ടും അദ്ദേഹം മമ്മുറിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം ഈ മരിച്ചതിന് ശേഷം ഈ ഇത്രയും ദൂരം നടന്നും അല്ലെങ്കിൽ കഴുതപ്പുറത്തും ഒക്കെ കയറി പോകുമ്പോൾ നല്ലൊരു സമയം അവിടെ ചിലവായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ശരീരം നന്നായിട്ട് തണുത്ത് ഉറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും എലീശ പ്രവാചകൻ മുറിക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ശരീരം വീണ്ടും ചൂടാവും. അതിനുശേഷം വീണ്ടും മേളിൽ കയറി കിടന്നു. അപ്പം ശരീരം ചൂടായിട്ട് ആ ബാലൻ ചുമച്ച് തുമ്മി ഉണർന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ എന്നിട്ട് ആ സ്ത്രീയെ വിളിച്ചിട്ട് മകനെ കൊടുക്കുകയാണ്. അവളകത്ത് നിന്ന് അവൻ്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് തൻ്റെ മകനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഇതാണ് മറ്റൊരു അത്ഭുതം എലീശ പ്രവാചകനിലൂടെ സംഭവിക്കുന്നത്. പിന്നെ അന്ന് ഗിൽഗാലിൽ പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ക്ഷാമം ഉണ്ടാകുമ്പോഴത്തേക്ക് ഒരു വലിയ കലമടുപ്പത്ത് വെച്ച് പ്രവാചകന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുത്തന്നെ ഒരു ചീര പറിക്കാൻ, ചീരയായിരിക്കില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും. മലയാളത്തിൽ ചീര എന്നാണ് കാണുന്നത്. ഒരു സംഗതി പറിച്ചുകൊണ്ട് വന്നു. അത് കലത്തിലിട്ടു. പേച്ചൂര എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പായസക്കലത്തിട്ടു. പക്ഷെ അത് വിളമ്പിയപ്പോഴത്തേക്ക് കയ്പും വിഷവും ഒക്കെ ആയിട്ട് അവർ നിലവിളിച്ചു, അയ്യോ ഇത് പായസത്തിനകത്ത് കലത്തിൽ മരണം എന്ന് പറഞ്ഞു. അവർക്കത് കുടിപ്പാൻ കൊള്ളരുതാത്തതായി. കുറച്ച് മാവ് കൊണ്ടുവരാൻ പറഞ്ഞു. ആ മാവ് കൊണ്ടുവന്നു. മാവ് കലത്തിട്ടു. ഇനി ആളുകൾക്ക് വിളമ്പി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാവിട്ടത് വഴി അതിലെ കയ്പ് അല്ലെങ്കിൽ വിഷാംശം അത് പോവുകയും ആളുകളെല്ലാവരും അത് കഴിക്കുകയും ചെയ്തു. അപ്പോൾ അതാണ് അങ്ങനെ ഒരു സംഭവം കൂടെ അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടാകുകയാണ്. പിന്നെ ഒരു സംഭവം ഉണ്ടാകുന്നത്, അനന്തരം ബാൽശാലീശയിൽ നിന്ന് ഒരാൾ ദൈവപുരുഷന് അയാളുടെ ആദ്യ ഫലമായിട്ട് ഒരു 20 യവത്തപ്പവും മലരും പൊക്കണത്തിൽ കൊണ്ടുവന്നു ആ ജനത്തിൽ തിന്മാൻ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ബാല്യക്കാരൻ പറഞ്ഞു, ഇത് കുറച്ചല്ലേ ഉള്ളൂ, ഇത് 100 പേർക്ക് എങ്ങനെ വിളമ്പും എന്ന് പറഞ്ഞു. നീ അത് കൊടുക്ക്, അത് ജനം അത് വെച്ച് തിന്നുകയും ചെയ്യും, ശേഷിപ്പിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അങ്ങനെ എലീശ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് ബാല്യക്കാർ അവർക്ക് വിളമ്പി. പക്ഷേ ഇപ്പോൾ ഈ ഇദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത് വർദ്ധിച്ചു വന്നു. അവർക്ക് എല്ലാവർക്കും കഴിക്കാനും ഉണ്ടായിരുന്നു, മിച്ചവും ഉണ്ടായിരുന്നു. അത് ഞാൻ 2 ദിവസം മുമ്പ് പറഞ്ഞത്. എലീശ പ്രവാചകനിൽ നിന്ന് വലിയ വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രവൃത്തിയിലൂടെ വെളിപ്പെട്ടു വരും നമുക്ക് കാണാൻ കഴിയും.
ഇത് എലീശ പ്രവാചകൻ എലിയാ പ്രവാചകനോട് ആവശ്യപ്പെട്ടതുപോലെ നിന്റെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് തരണം എന്ന് പറഞ്ഞത് നിവൃത്തിയായി എന്ന് തന്നെയാണ് നമ്മൾ ഈ സംഭവങ്ങളിലൂടെയൊക്കെയും മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് വായനയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളിൽ ഒരു കാര്യം, പലതും ഞാൻ പറയുന്ന കാര്യങ്ങളിൽ പലതും വിട്ടുപോകുന്നുണ്ടാവും. പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ എല്ലാ വായനയുടെ ഇടയ്ക്കും ഉണ്ട്. മറ്റു ചില ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് ചില സംഭവങ്ങളുടെ നിവർത്തീകരണം ഒക്കെയും നമുക്ക് വായന മറ്റൊരു പുസ്തകം വായിക്കുന്ന പോലെ വായിച്ചെടുക്കാൻ പറ്റുന്നൊരു പുസ്തകമല്ല ബൈബിൾ. ഒരു നോവൽ വായിക്കുന്ന പോലെ, കഥാപുസ്തകം വായിക്കുന്ന പോലെ. ഇതിൽ കഥയുണ്ട്, സംഭവങ്ങളുണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ സംഭവങ്ങളുണ്ട്, ഇത് വായിക്കുന്ന സമയത്ത് നടന്ന സംഭവങ്ങളുണ്ട്, ഭാവിയിൽ വരാനിരിക്കുന്ന നടക്കാനിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിവരമുണ്ട്. ഇപ്പം ചരിത്രം എന്ന് പറയുന്നത് നടന്നതിനെ സംബന്ധിച്ചാണ്, നടന്നതാണ് ചരിത്രം. എന്നാൽ വരാനിരിക്കുന്ന ചരിത്രത്തെക്കുറിച്ച് എഴുതപ്പെട്ടൊരു പുസ്തകമാണ് ബൈബിൾ. എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നടന്നിട്ടില്ലാത്ത പല അറിയിപ്പുകളും ബൈബിളിലുണ്ട്. അതാണ് ബൈബിളിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ ബൈബിൾ വായന എന്ന് പറയുന്നത് സാധാരണ ഒരു വായനയല്ല. അത് വളരെ ശ്രദ്ധിച്ച് ഓരോ വായനാഭാഗങ്ങൾ വായിക്കുമ്പോഴും അതിൻ്റെ മുമ്പ് വായിച്ച വായനാഭാഗങ്ങളെയൊക്കെയും കൂടെ ഓർക്കുവാനും അതിൽ നിന്ന് കാര്യങ്ങൾ കൂടുതൽ ഗ്രഹിച്ചെടുക്കാനും ഒക്കെയും കഴിയേണ്ടതാണ്. രണ്ടാമത്തെ വായനാഭാഗം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം. 52-ാം അധ്യായം എന്ന് പറയുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായവും കൂടെയാണ്. ഇവിടെ സിദെക്കീയാവിൻ്റെ വാഴ്ചയിലെ കാര്യങ്ങളാണ് പറയുന്നത്. സിദെക്കീയാവിൻ്റെ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 21 വയസ്സായിരുന്നു. അവൻ 11 വർഷം യെരുശലേമിൽ വാണു. എന്ന് പറഞ്ഞാൽ 21, 11, 32 വയസ്സ് വരെ. 32 വയസ്സ് വരെ ഉണ്ടായിരുന്നുള്ളൂ. 32 വയസ്സായപ്പോഴത്തേക്ക് അയാളുടെ രാജ്യത്വവും ജീവിതവും അവസാനിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. ജീവിതവും അവസാനിച്ചു, രാജ്യത്വം അവസാനിച്ചു. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് സിദെക്കീയാവെന്ന് പറയുന്നത് യോശിയ രാജാവിൻ്റെ മകനും കൂടിയാണ്. യോശിയാവെന്ന യഹൂദായിലെ ഏറ്റവും നല്ല രാജാക്കന്മാരിൽ വളരെ ചുരുക്കം പേരിൽ ഒരു രാജാവാണ് യോശിയാവ് രാജാവ്. യോശിയാവിൻ്റെ 4 മക്കൾ എന്നാണ് നമ്മൾ ഒരു ഭാഗത്ത് വായിക്കുന്നത്. ഒരു ഭാഗത്ത് 3 മക്കൾ എന്നും വായിക്കുന്നത്, 4 മക്കൾ എന്ന് തന്നെ നമുക്ക് കരുതാം. 4 മക്കളിൽ ഒരുവനാണ് ഈ സിദെക്കീയാവ്. ഇപ്പോൾ സിദെക്കീയാവ് യെരുശലേമിലെ അല്ലെങ്കിൽ യഹൂദയിലെ അവസാനത്തെ രാജാവുമാണ്. ഇത് തെക്കേ രാജ്യമായ യഹൂദയിലെ അവസ്ഥ. ഇവിടെ രാജ്യത്വം അവസാനിക്കുകയാണ് ഇതോടുകൂടി. എന്നാൽ ഇതിനൊരു 100 വർഷം 100 ചില്ലാനം വർഷം മുമ്പ് തന്നെ വടക്കേ രാജ്യമായ ഇസ്രായേലിൽ രാജ്യത്വം അവസാനിക്കുകയാണ്. അതിനുശേഷം ഒരു 100 വർഷത്തിലധികം കഴിഞ്ഞപ്പോഴത്തേക്ക് യഹൂദയിലെയും ഇത് അവസാനിക്കുകയാണ്. എന്നിട്ട് ആണ് ഇവർ പ്രവാസത്തിലേക്ക് 70 വർഷത്തെ പ്രവാസത്തിലേക്ക് പോകുന്നത്. യിരെമ്യാ പ്രവാചകൻ ഇതിൽ 25-ാം അധ്യായത്തിലോ ആണെന്ന് തോന്നുന്നു. 25-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹം ഈ 70 വർഷത്തെ പ്രവാസത്തിലേക്ക് പോകുന്നതിനെ സംബന്ധിച്ചും 29-ലാണെന്ന് തോന്നുന്നു 70 വർഷത്തെ പ്രവാസത്തിന് ശേഷം നിങ്ങളെ ഞാൻ മടക്കി വരുത്തും എന്നും പറയുന്നുണ്ട്. അതെനിക്ക് അധ്യായം കൃത്യമായ ഓർമ്മയില്ല. ഈ യിരെമ്യാ പ്രവാചകൻ തന്നെ ഈ 2 പ്രവചനങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആരംഭമാണ് ഈ സിദെക്കീയാവിൻ്റെ കാലം. ഇവിടെ മുതലാണ് ഇവർ പ്രവാസത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്നത്. ഇവിടെ മുതൽ എന്നല്ല, യഹോയാക്കീൻ്റെ കാലത്തും ഒരു പ്രവാസത്തിലേക്കൊരു പോക്കുണ്ട്. യഹോയാക്കീൻ്റെ കാലത്ത് യഹോയാക്കീനും അവിടെ പ്രവാസത്തിലാണ്. ഈ സമയം അവിടെയാണ്, പ്രവാസത്തിലാണ്. അപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ കാലത്തും എനിക്ക് തോന്നുന്നു ഇത് പ്രവാസത്തിലേക്ക് പോകുന്നതിൻ്റെ അവസാനത്തെ പ്രവാസത്തിലേക്ക് പോകുന്ന കൂട്ടമാണ് ഇവിടെ പോകുന്നതെന്നാണ്. അങ്ങനെ തന്നെയാണ്. നമുക്ക് താഴെ ഇനി സംഭവത്തിലേക്ക് വരാം. അവിടെ ഈ 11 വർഷത്തിൽ 9-ാമത്തെ ആണ്ടിൽ 10-ാമത്തെ തീയതി നെബൂഖദ്നേസർ സർവ്വസൈന്യമായി യെരുശലേമിലേക്ക് നേരെ പാളയമിറങ്ങി. അപ്പം അതിന് മുമ്പ് ഇവർ കപ്പം കൊടുത്തിരിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പോകുമായിരുന്നു, മുമ്പുള്ള രാജാവ് കൊടുത്തിരുന്നതിന് തുടർച്ചയായിട്ടൊക്കെ. എന്നാൽ സിദെക്കീയാവ് ബാബേൽ രാജാവിനോട് മത്സരിച്ചു. അതുകൊണ്ടാണ് ബാബേൽ രാജാവ് ഇങ്ങോട്ട് വന്നത്. അവിടെ പാളയമിറങ്ങി അതിൻ്റെ കൊത്തളങ്ങൾ പണിതു. 11 വർഷം വരെ, 11-ാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. ഇപ്പം നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ, ഇപ്പം ക്യൂബ
ക്യൂബയ്ക്ക് നിരോധനം എന്നൊക്കെ പറയുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഇപ്പോഴല്ല, പണ്ട് ക്യൂബയ്ക്ക് നിരോധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു നിരോധിക്കപ്പെട്ടിരുന്ന, അത് പുറത്തോട്ട് ആർക്കും പോകാനൊക്കത്തില്ല, ആ സ്ഥലത്ത് നിന്ന് പുറത്തോട്ട് പോകാനൊക്കത്തില്ല, ആർക്കും അകത്തോട്ടും വരാനൊക്കത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ പല നഷ്ടങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ ആഹാര സാധനങ്ങൾക്ക് ദൗർലഭ്യം വരും, ഇതൊക്കെയും സംഭവിക്കും. അപ്പം അങ്ങനെ 11-ാം ആണ്ട് വരെ നഗരം നിരോധിക്കപ്പെട്ടിരുന്നു. ആ 11-ാം ആണ്ട് 4-ാം മാസം 9-ാം തീയതി ക്ഷാമം നഗരത്തിൽ കലശലായി. നേരത്തെ ദേശത്തെ ജനത്തിന് ആഹാരമില്ലാതായി. അപ്പോൾ നഗരത്തിലെ മതിലിൻ്റെ ഒരിടം പൊളിച്ച് അവിടെ കൽദേർ നഗരം വളഞ്ഞിരിക്കെ പടയാളികളൊക്കെയും രാത്രി സമയത്ത് രാജാവിൻ്റെ തോട്ടത്തിനരികെ 2 മതിലുകളുടെ മധ്യയുള്ള പടിവാതിൽക്കൽ കൂടി നഗരം വിട്ട് പുറപ്പെട്ട് അരാബിയയിലേക്കുള്ള വഴിയായി ഓടിപ്പോയി. പക്ഷെ രാജാവ് ഉണ്ടാ കൂട്ടത്തിൽ. എന്നാൽ കൽദേരുടെ സൈന്യം ഇത് അറിഞ്ഞിട്ട് ഈ രാജാവിനെ പിന്തുടർന്നു. കൽദേർ അറിഞ്ഞു മതിൽ പൊളിച്ചിട്ട് അവർ രക്ഷപ്പെട്ടു എന്നുള്ളത്. അവർ പുറകെ ചെന്നു, അവരെ പിടിച്ച് രാജാവിനെയും പിടിച്ചിട്ട് അത് എരിഹോ സമഭൂമിയിൽ വെച്ചിട്ടാണ് പിടിക്കുന്നത്. എന്നിട്ടത് ബാബേൽ രാജാവ് നെബൂഖദ്നേസറിന് മുമ്പിൽ കൊണ്ടുവന്നു. അവൻ വിധി കൽപ്പിച്ചു. സിദക്കിയാവിൻ്റെ പുത്രന്മാരെ സിദക്കിയാവ് കാണുക കൊല്ലുന്നുണ്ട്. എന്നിട്ട് ഒരു സിദക്കിയാവിൻ്റെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുകയാണ്, കാഴ്ചയില്ലാതാക്കി. എന്നിട്ട് ബാബേൽ രാജാവ് അവന് ചങ്ങല ബന്ധിച്ച് ബാബേലിൽ കൊണ്ടുപോയി അവിടെ ജീവപര്യന്തം കാരാഗ്രഹത്തിലാക്കി. ജീവിതം അവസാനിക്കുകയാണ്. തൻ്റെ കണ്ണും പൊട്ടിച്ച് തൻ്റെ മക്കളെ 2 പേരെ അവർ സിദക്കിയാവിൻ്റെ മുമ്പിൽ വെച്ച് കൊല്ലുന്നു. പിന്നെ കണ്ണും കാണാതെ ജീവിതകാലം മുഴുവൻ ആ പുത്രദുഃഖത്തോടുകൂടി ജീവിക്കുന്ന ഒരു സിദക്കിയാവിനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ആണ് സിദക്കിയാവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ പിന്നീടുള്ള കാലം എന്ന് നമുക്ക് കാണാം. പിന്നെ നെബൂസറദാൻ യെരുശലേമിലേക്ക് വന്ന് ഇവിടെ ആലയവും രാജധാനിയും ഒക്കെ ചുട്ടു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ഈ നെബൂസറദാൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും തീ വെച്ച് കളഞ്ഞു. ദേവാലയം മാത്രമല്ല, വീടുകളൊക്കെ ചുട്ട് മതിലുകളൊക്കെ ഇടിച്ച് ബാക്കി ആൾക്കാരെയെല്ലാം അവർ കൊണ്ടുപോവുകയും ചെയ്തു, ബദ്ധരാക്കി. അവിടെ എഴുതിയിരിക്കുന്നത്, ജനത്തിൽ എളിയവരായ ചിലരെയും നഗരത്തിൽ ശേഷിച്ചിരുന്ന ജനശിഷ്ടത്തെയും ബാബേൽ രാജാവിനെ ചെന്ന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസറദാൻ ബദ്ധനായി കൊണ്ടുപോയി. എന്നാൽ അവിടെ നെബൂസറദാൻ ദേശത്തെ എളിയവരിൽ ചിലരെ മുന്തിരിത്തോട്ടക്കാരായും കൃഷിക്കാരായും വിട്ടേച്ചു. അവിടെ അതൊക്കെ നോക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാർ അവിടെ വിട്ടുപോയി. യഹോവയുടെ ആലയത്തിലെ താമ്ര സ്തംഭങ്ങൾ, പീഠങ്ങൾ, അത് താമ്രം കൊണ്ടുണ്ടാക്കിയ കടൽ, എല്ലാം കലങ്ങൾ, ചട്ടുകങ്ങൾ, കത്രികകൾ, കിണ്ണങ്ങൾ, തവികൾ, ശുശ്രൂഷയ്ക്കുള്ള സകല ഉപകരണങ്ങളും, പാനപാത്രങ്ങൾ, തീച്ചട്ടി, വിളക്കുതണ്ട്, തവികൾ, കുടങ്ങൾ, വെള്ളി കൊണ്ടും പുല്ലുകൊണ്ടുമുള്ള എല്ലാം ഈ നെബൂസറദാന്റെ നേതൃത്വത്തിലുള്ള പടയാളികൾ യെരുശലേം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയി. അവിടെ വേറെ ഒരു കാര്യം പറഞ്ഞു. ശലോമോൻ രാജാവ് യഹോവയുടെ ആലയം വകയ്ക്ക് ഉണ്ടാക്കിയ 2 സ്തംഭവും ഒരു കടലും പീഠങ്ങളുടെ കീഴിൽ ഉണ്ടായിരുന്ന 12 താമ്രക്കാളയും ഇതൊക്കെ തന്നെ കൊണ്ടുപോയി. ഇതെല്ലാം തൂക്കം പോലും ഇല്ലായിരുന്നു. അതുപോലെ ഒരു കണക്കും നോക്കാതെ ഉണ്ടാക്കിയ സാധനങ്ങളാണ്. അതുപോലെ സമൃദ്ധിയോടെ ഉണ്ടായിരുന്ന സംഗതികളെല്ലാം അവർ കൊണ്ടുപോയി. പിന്നെ അവിടെ ഈ അകമ്പടി നായകൻ നെബൂസറദാൻ മഹാപുരോഹിതനായ സെരായാവെയും 2-ാം പുരോഹിതനായ സെഫന്യാവെയും 3 കാവൽക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. നഗരത്തുനിന്ന് അവൻ യോദ്ധാക്കളുടെ നായകനായ ഒരു ഷണ്ഡനെയും നഗരത്തിൽ വെച്ച് കണ്ട 7 രാജപരിചാരകന്മാരെയും ദേശത്തിലെ ദേശത്ത് ജനത്തെ പടയ്ക്ക് ശേഖരിക്കുന്ന സേനാപതിയുടെ രായസക്കാരനെയും നഗരത്തിൽ കണ്ട 60 നാട്ടുപുറക്കാരെയും പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ഈ നെബൂസറദാൻ ഇതെല്ലാം ബാബേൽ രാജാവിൻ്റെ അടുക്കൽ കൊണ്ടുപോയി. ഇവരെല്ലാം അടിമകളാണ്. ഇനി ആ ദേശത്ത് അവർക്ക് അടിമകളായി ജോലി ചെയ്യേണ്ടവരായി മാറുകയാണ്. സ്വതന്ത്രരായിരുന്നവർ അടിമകളായി മാറുന്ന കാഴ്ച. അതിൽ ഈ പിടിച്ചുകൊണ്ടുപോയ ആൾക്കാരെ റിബ്ലായിൽ വെച്ച് അവരെ റിബ്ലായിൽ വെച്ച് വെട്ടിക്കൊല്ലുകയാണ്. അവരെ അടിമകളാക്കുകയല്ല, അവരെ വെട്ടിക്കൊല്ലുകയാണ്. ഇങ്ങനെ യഹൂദ
സ്വദേശം വിട്ട് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത് എൻ്റെ 27-ാമത്തെ വാക്യത്തിൽ. പിന്നെ വേറെയും ചില സംഭവവികാസങ്ങളോട് ഉണ്ടാകുന്നുണ്ട്. അവൻ്റെ ഒരു കണക്ക് പറയുന്നുണ്ട്. ഓരോ സമയത്ത് 7-ാം ആണ്ടിൽ 3200 പേർ യഹൂദന്മാർ, പിന്നെ 832 പേർ, ഇതൊക്കെയും ചില കണക്കുകളൊക്കെ അവർ കൊണ്ടുപോയ ആളുകളുടെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. 12-ാം മാസം കൊണ്ടുപോയവർ, ഇങ്ങനെ പല സമയത്ത് കൊണ്ടുപോയ ആൾക്കാരെ കുറിച്ചൊക്കെയും അവിടെ പറയുന്നുണ്ട്. ഇനി നമുക്ക് ഒരു കാര്യം അതിനകത്തുള്ളത്, ഇതിനു മുമ്പ് യഹൂദ രാജാവായ യഹോയാക്കീനെ കൊണ്ടുപോയിരുന്നു. അത് കൊണ്ടുപോയത് യഹൂദരാജ യഹോയാക്കീൻ്റെ പ്രവാസത്തിൻ്റെ 37-ാം ആണ്ടിൽ 12-ാം മാസം 25-ാം തീയതി ബാബേൽ രാജാവായ എവിൽ മെരോദക്. അപ്പോൾ ഈ സമയം നെബൂഖദ്നേസർ അല്ല അവിടെ രാജാവ്, അവിടെ എവിൽ മെരോദക് എന്ന രാജാവാണ്. അദ്ദേഹത്തിൻ്റെ 1-ാം ആണ്ടിൽ തന്നെ ഈ യഹൂദ രാജാവ് യഹോയാക്കീനോട് ഒരു അനുകമ്പ തോന്നിയിട്ട് കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിച്ചു. അവിടെ ചില രാജാക്കന്മാരുണ്ടായിരുന്നു. ആ രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റ് ഇതുപോലെ പിടിക്കപ്പെട്ട് രാജാക്കന്മാരൊക്കെ അവരായിരിക്കാം. അവനോട് ആദരവായി സംസാരിച്ച് അവൻ്റെ ആസനത്തെ തന്നോടുകൂടെ ബാബേലിലുള്ള രാജാക്കന്മാരുടെ ആസനങ്ങൾക്ക് മേലായി വെച്ചു. അവൻ്റെ കാരാഗ്രഹ വസ്ത്രം നീക്കി അവന് വേറെ വസ്ത്രം കൊടുത്തു. ജീവപര്യന്തവും തൻ്റെ സന്നിധിയിൽ ഭക്ഷണം കഴിക്കാനും അവസരം കൊടുത്തു. ഇങ്ങനെ ബാബേൽ രാജാവ് അവൻ്റെ മരണ ദിവസം വരെ, അവൻ്റെ ജീവകാലമൊക്കെ നിത്യവൃത്തിക്ക് ദിവസവും ഉള്ള കാര്യം കൊടുത്തു പോകുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതങ്ങനെ ഒരു മനസ്സലിവ് എവിൽ മെരോദക്കിന് ഈ യഹോയാക്കീൻ എന്ന് പറയുന്ന യഹോയാക്കീൻ എന്ന് പറയുന്നത് യഹോയാക്കീൻ്റെ ചുറ്റപ്പനാണ്. യഹോയാക്കീൻ്റെ അപ്പൻ്റെ സഹോദരനാണ് ഈ പറയുന്ന സിദക്കിയാവ്. അപ്പം യഹോയാക്കീനാണ് ഇടയ്ക്ക് രാജാവായിരുന്നത്. യഹോയാക്കീനെയാണ് പിടിച്ചുകൊണ്ട് പോയത്. അതിനുശേഷമാണ് സിദക്കിയാവിൻ്റെ കാലത്ത് സിദക്കിയാവിനെ പിടിച്ചത്. അപ്പം മൊത്തം ഒരു 3 ഘട്ടമായിട്ടാണ് പ്രധാന പ്രവാസത്തിലേക്ക് പോകുന്ന പ്രവൃത്തി ഈ ദേശത്ത് നടക്കുന്നത്, 3 രാജാക്കന്മാരുടെ കാലത്ത്. പിന്നെയും നമ്മൾ ഈ അവസാനം വായിക്കുമ്പം പല ഘട്ടങ്ങളിലായിട്ട് കൊണ്ടുപോയി എന്നൊക്കെ വായിക്കുന്നുണ്ട്. എങ്കിലും 3 രാജാക്കന്മാരുടെ കാലത്ത് വളരെ അളവിൽ ആളുകളെ, യഹൂദജനത്തെ ഈ പ്രവാസത്തിലേക്ക് ബാബേലിലേക്ക് അടിമകളാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഈ നമ്മൾ ഈ വായിച്ച കാര്യങ്ങളുടെ കുറച്ചുകൂടെ വിശദമായ ഒരു സംഭവങ്ങൾ വായിക്കണം, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാന അധ്യായത്തിലേക്ക് വരുമ്പം ഈ കാര്യങ്ങളുടെ കുറച്ചുകൂടി വിശദമായ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അത് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഇതിൽ വിട്ടുപോയ ചില സംഭവങ്ങളും കൂടി ചേർത്ത് അത് രാജാക്കന്മാരുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണല്ലോ. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അവസാന അധ്യായങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് യഹോയാക്കീൻ്റെ ശേഷം സിദക്കിയാവിൻ്റെ കാലത്ത് നടക്കുന്ന സംഭവങ്ങളൊക്കെ അവസാനത്തെ 2-3 അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ അവസാനത്തെ 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചുകൂടെ വ്യക്തമായ പിക്ചർ, ഒരു ചിത്രം ലഭ്യമാവുകയും ചെയ്യും. 3-ാമത്തെ വായനാ ഭാഗത്ത് നിന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-13 അധ്യായങ്ങൾ. ഇതിൽ ആത്മീയ വരങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ അധ്യായം ആരംഭിക്കുന്നത്. അവിടെ നമ്മളും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം, ആത്മീയ വരങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ആത്മീയ വരങ്ങൾ എന്താണെന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ശക്തി ഒരു മനുഷ്യനിൽ വന്നിട്ട് ആ മനുഷ്യനിൽ നിന്ന് രോഗസൗഖ്യമോ അല്ലെങ്കിൽ പിന്നെ അന്യഭാഷയുടെ വരം, അയാൾക്ക് മലയാളമോ ഇംഗ്ലീഷോ മാത്രമേ അറിയുള്ളൂ, മറ്റു ഭാഷകൾ പറയാനുള്ള വരം, ആ സമയത്തേക്ക്, ഒരു നിശ്ചയ സമയത്തേക്ക് അത് പറയാൻ കഴിയുന്ന ഒരു കഴിവ് ലഭിക്കുക. പിന്നെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് പ്രവചനങ്ങൾ പറയുക, ഉപദേശങ്ങൾ കൊടുക്കുക. അറിയുന്ന കാര്യത്തെ സംബന്ധിച്ചായിരിക്കത്തില്ല, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ മനുഷ്യൻ വൻ കാര്യങ്ങളെ പറയും, വലിയ ഉപദേശങ്ങളെ പറയും, ദൈവിക കാര്യങ്ങൾ സംസാരിക്കും. ഇതൊക്കെ ഒരു മനുഷ്യനിൽ സംഭവിക്കുന്നതിനെയാണ് ആത്മീക വരങ്ങൾ എന്ന് പറയുന്നത്. അത് വരങ്ങളാണ്, കൃപാവരങ്ങളാണ്. അതിനെ സംബന്ധിച്ച് 4-ാമത്തെ വാക്യത്തിൽ കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, പക്ഷേ ആത്മാവ് ഒന്നത്രേ, ചെയ്യുന്ന ദൈവം ഒരുവൻ തന്നെയാണ്. അത് എഴുതിയിട്ടുണ്ട്. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്,
ഞാൻ തൊട്ടു മുമ്പ് പറഞ്ഞതുപോലെ കർത്താവ് ഒരുവൻ, വീര്യപ്രവർത്തികൾ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവൻ തന്നെ. അപ്പോൾ എല്ലാം ദൈവം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അതിൻ്റെ 7ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ആത്മാവിൻ്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കണം. ആർക്കും കാശുണ്ടാക്കാനോ ഒരുവന് എന്നിൽ നിന്ന് വലിയ ശക്തി ഉണ്ടാകുന്ന പുകഴ്ച ലഭിക്കാനോ ഒന്നുമല്ല. ഇത് പൊതുപ്രയോജനത്തായി മനുഷ്യരുടെ സമൂഹത്തിൻ്റെ പ്രയോജനത്തിനായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരുത്തിന് ആത്മാവിൻ്റെ ജ്ഞാനത്തിൻ്റെ വിവേചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനം, മറ്റൊരുത്തിന് അതേ ആത്മാവിനാൽ വിശ്വാസം, വേറൊരുത്തിന് അതേ ആത്മാവിനാൽ രോഗശാന്തിയുടെ വരം, മറ്റൊരുവന് വീര്യപ്രവൃത്തികൾ, മറ്റൊരുവന് പ്രവചനം. ഞാൻ നേരത്തെ പറഞ്ഞതിനേക്കാളും കൂടുതൽ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കളുടെ വിവേചനം, വേറൊരുത്തിന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. അപ്പോൾ ഇതെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആർക്കിത് ലഭിക്കണം, ആരിൽ നിന്ന് അന്യഭാഷ വരണം, ആരിൽ നിന്ന് രോഗസൗഖ്യം വരണം, ഇതൊക്കെയും ദൈവം ഇച്ഛിക്കും പോലെ അവനവന് അതത് വരം പകുത്തു കൊടുക്കുന്ന ഒരേ ആത്മാവ് തന്നെ എന്ന് വായിക്കുകയാണ്. ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ അത് മറ്റൊരു വിഷയത്തെ സംബന്ധിച്ചാണ്. അപ്പോൾ അവിടെ അതിനെ സംബന്ധിച്ച് പറയുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അതിൽ ഇപ്പോൾ 27-28 ദൈവം സഭയിൽ 1-ാമത് അപ്പോസ്തലന്മാർ, 2-ാമത് പ്രവാചകന്മാർ, 3-ാമത് ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ ഓരോരുത്തരെ നിയമിക്കുകയും പിന്നെ വീര്യപ്രവൃത്തികൾ, രോഗശാന്തികളുടെ വരം, സഹായം ചെയ്യുവാനുള്ള വരം, പരിപാലന വരം, വിവിധ ഭാഷാവരം എന്നിവ നൽകുകയും ചെയ്തു. എല്ലാവരും അപ്പോസ്തലന്മാരല്ല, എല്ലാവരും പ്രവാചകന്മാരല്ല, എല്ലാവരും ഉപദേഷ്ടാക്കന്മാരുമല്ല. അതുപോലെ തന്നെ എല്ലാവരും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നവരല്ല, എല്ലാവരും രോഗശാന്തിയുടെ വരമുള്ളവരല്ല, എല്ലാവരും അന്യഭാഷകൾ സംസാരിക്കുന്നവരല്ല, എല്ലാവരും വ്യാഖ്യാനിക്കുന്നില്ല, എല്ലാവരും എന്നിട്ട് പറയാണ് ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പീൻ. ഇത് എല്ലാം ശ്രേഷ്ഠമായതാണ്, കാരണം ദൈവത്താൽ നൽകപ്പെടുന്നതാണ്. ഇതെല്ലാം ശ്രേഷ്ഠവരങ്ങൾ, ഇതിനായി വാഞ്ചിപ്പിൻ എന്ന് 1-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ഈ വായിക്കുന്ന പുസ്തകം എഴുതിയിരിക്കുന്നത്. 1-ാം നൂറ്റാണ്ടിലെ ജനത്തിനോടാണ് സംസാരിക്കുന്നത്. നമുക്കും ബാധകമാണോ ഇല്ല എന്നുള്ളത് നമ്മൾ പുസ്തകത്തിൽ നിന്ന് തന്നെ പരിശോധിക്കണം. ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്നാണ് നമുക്ക് പരിശോധിക്കാം, അതിനെ സംബന്ധിച്ച് പറയുകയും ചെയ്യാം. അവിടെ തന്നെ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും, 12 അവസാനത്തിലൊരു കാര്യം പറഞ്ഞു, എല്ലാവരും ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിക്കണം. അപ്പോൾ ശ്രേഷ്ഠവരങ്ങൾ വാഞ്ചിക്കുകയും എല്ലാവർക്കും ഈ ശ്രേഷ്ഠമായ വരങ്ങൾ പലർക്കും പലതരമായി ഉള്ളത് നല്ലത് തന്നെയാണ്. അത് വലിയ കാര്യമായിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്. എന്നാൽ ഇനി അതിശ്രേഷ്ഠമായൊരു മാർഗം, ഈ കൃപാവരങ്ങൾ പ്രാപിക്കുന്നത്, ഉണ്ടാകുന്നത് ഏറ്റവും വലിയ കാര്യം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കാര്യം കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ടാണ് 13-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രയും. അപ്പം നമ്മൾ മുഴുവനിൽ വായിച്ച എല്ലാ കൃപാവരങ്ങളെക്കാളും ഉയർന്ന ഒരു വരമായി, ഏറ്റവും ശ്രേഷ്ഠമായ വരമായി സ്നേഹത്തെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. അപ്പോൾ സ്നേഹമില്ല എങ്കിൽ, നമ്മൾ തമ്മിൽ സ്നേഹമില്ലെങ്കിൽ, സ്നേഹമുള്ളൊരു ഹൃദയമില്ലെങ്കിൽ ഏത് വരമുണ്ടായിട്ടും ഒരു കാര്യമില്ല എന്നാണ്. പ്രവചനപരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എൻ്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. പിന്നെ സ്നേഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നത്, സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, ദയ കാണിക്കുന്നു, സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കുക, സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അപ്പോൾ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്നാണ് പറഞ്ഞു നിർത്തുന്നത്. ബാക്കി നമുക്ക് വായിക്കാം. അപ്പോൾ സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല എന്നാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ ആയിട്ട്, ഇപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്ക് മക്കളുണ്ടെങ്കിൽ മക്കളോട് നമ്മൾ എങ്ങനെയാണ്, അവരെന്തെല്ലാം തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, നമ്മൾ അവരോട് എങ്ങനെയാണ്, എപ്പോഴും അവരോട് കുറ്റം വച്ചുകൊണ്ടിരിക്കുകയാണോ, അവരെ ശത്രുവായിട്ട് കാണുകയാണോ? അവരെ നമ്മൾ ക്ഷമിക്കുന്നുണ്ട്. നമ്മൾ ഏറ്റവും ക്ഷമിക്കുന്നത് കുഞ്ഞുങ്ങളോടാണ്. ഇത് മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യാറുണ്ടോ?
ചെയ്യാറില്ല. കാരണം കുഞ്ഞുങ്ങളോട്, സ്വന്തം മക്കളോട് കാണിക്കുന്നത് സ്നേഹം കൊണ്ടാണ് അവരോട് ക്ഷമിക്കുന്നത്. മറ്റുള്ളവരോട് നമുക്ക് സ്നേഹമില്ലാത്തത് കൊണ്ട് അവൻ നുള്ളി എന്ന് പറഞ്ഞാൽ പോലും, ഒരു സഹോദരൻ നുള്ളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സഹോദരി ചെറിയൊരു കുറ്റം ചെയ്താൽ പോലും ക്ഷമിക്കാൻ പറ്റാതെ വണ്ണം ആകുന്നതും, മക്കളോട് നമ്മൾ ഏറ്റവും വലിയ തെറ്റുകൾ ഇവിടെ പല പല ഭവനങ്ങളിലും വളർത്തിയ അപ്പനമ്മമാരെ വിട്ട് ഇന്നലെ കണ്ട ഒരു പയ്യൻ്റെ പുറകെ പോയ പെണ്ണുണ്ട്, ഇന്നലെ കണ്ട ഒരു പെണ്ണിൻ്റെ പുറകെ പോയ പയ്യനുണ്ട്. എനിക്ക് അപ്പനെയും അമ്മയും വേണ്ട, അവനെ മതി എന്ന് പറഞ്ഞ് പോയതാണ്. അപ്പനെയും അമ്മയും ഉപേക്ഷിച്ച് പോയവരുണ്ട്. അവരോടൊക്കെ, അത്രയും വലിയ തെറ്റുകൾ ചെയ്തവരോട് മാതാപിതാക്കൾ ക്ഷമിച്ചിട്ടുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, ഇനിയും ക്ഷമിക്കുകയും ചെയ്യും. പക്ഷേ ചെറിയ തെറ്റ് ചെയ്ത ഒരു 100 രൂപ മേടിച്ചിട്ട് 4-5 വർഷമായി കൊടുത്തില്ല, ശരി, ഒരു കുറ്റം, ഒരു നിസ്സാരമായ, വളരെ നിസ്സാരമായ ഞാനൊരു കാര്യം പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നിസ്സാരമായ, വളരെ നിസ്സാരമായ ഒരു കാര്യം ചെയ്ത സഹോദരനോടോ സഹോദരിയോടോ ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അത് മറ്റൊന്നും കൊണ്ടല്ല, അത് സ്നേഹമില്ലാത്തത് കൊണ്ട് തന്നെയാണെന്നാണ് നമ്മൾ ഈ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇവിടെ സ്നേഹം ഒരു നാൾ ഉതിർന്നു പോവുകയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യം പറയുന്നുണ്ട്, മനസ്സിലാക്കേണ്ട പോലെ മനസ്സിലാക്കണം. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നു പോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അപ്പം നമ്മൾ ഈ പറയുന്ന കൃപാവരങ്ങളായ പ്രവചനപരം, ഭാഷാപരം, ഇതൊക്കെ നിന്നു പോകും എന്നാണ് പറയുന്നത്. അത് നിന്നു പോകും. എന്നാൽ അത് ജ്ഞാനം അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇത് ഈ എഴുതിപ്പോകുന്ന വാക്യത്തിനകത്ത് പറഞ്ഞു പോകുന്നതാണെങ്കിലും ഇതിനെ ആഴത്തിൽ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കൃപാവരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആ കൃപാവരങ്ങൾ നിന്നു പോകുന്നത്, നീങ്ങിപ്പോകുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ട്, അംശമായത് ആണ് ഇതൊക്കെ, പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. അപ്പം നമുക്ക് ഇതിൽ ചേർത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതുപോലെ മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നൊരു കാര്യം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അവിടെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ നടത്തിയിരുന്നതിനെ സംബന്ധിച്ച് വായിക്കുന്നൊരു അവസാന ഭാഗം, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. ആ അടയാളങ്ങളാണ് ഈ കൃപാവരങ്ങളിൽ പലതും. അന്യഭാഷ പറയുന്നത് അതൊരു അടയാളമാണ്. രോഗസൗഖ്യം നിൽക്കുന്ന ഒരു അടയാളമാണ്. അയാൾ നിന്ന് പുറപ്പെട്ടു വരുന്ന വീര്യപ്രവൃത്തികൾ, അത്ഭുതങ്ങൾ ഒരു അടയാളമാണ്. ഈ വചനങ്ങളൊക്കെ 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നത് ദൈവം അവരോട് കൂടെ പ്രവർത്തിച്ചും അവരാൽ, ഈ അപ്പോസ്തലന്മാരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോകുന്നു. അത് മർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് ഇപ്പോൾ വായിച്ചത്. ഇത് ഇന്ന് നമ്മൾ വായിച്ച ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോൾ, കൊരിന്ത്യർ 13 വരുമ്പോൾ അവിടെ വായിച്ചതാണ്, ഇതെല്ലാം നീങ്ങിപ്പോകും. എന്നിട്ട് പറയാണ്, പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. എന്താണ് പൂർണ്ണമായത്? പൂർണ്ണമായത് നമ്മൾ വചനത്തെ ഉറപ്പിച്ച് പോയി, വചനത്തെ ഉറപ്പിക്കപ്പെട്ട ഒരു കാലമുണ്ട്. അല്ലെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ വചനം ഉറച്ചു കഴിഞ്ഞു. അത് വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനം എഴുതിയിട്ടുണ്ട്, ഈ പുസ്തകത്തിൽ നിന്ന് നീക്കുന്നവനെ, അല്ലെങ്കിൽ ഈ പുസ്തകത്തോട് എന്തെങ്കിലും ചേർക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ എന്ന് തന്നെയാണ്. ഇതിനോട് ആരും ഒന്നും ചേർക്കരുത്, ഇതൊന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ഇത് പൂർണ്ണമായി എഴുതപ്പെട്ട് കഴിഞ്ഞു, ഇത് പൂർണ്ണമായി എന്ന് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് പൂർണ്ണമായതാണ്. ഇത് പൂർണ്ണമായി, ഇതിന് അംശമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ്. ആ അംശമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് മർക്കോസിൻ്റെ അവസാനത്തിൽ നമ്മൾ വായിച്ചു. അത് വചനത്തെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സംഭവിച്ചത്. അപ്പോൾ വചനത്തെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അതാണ് പൂർണ്ണമായത്. അംശമായത് എന്താണ്? ഈ കൃപാവരങ്ങളൊക്കെ അംശമായതാണ്. അത് നീങ്ങിപ്പോകുമെന്ന് തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നീങ്ങിപ്പോയി. ഇന്ന് പ്രവചനപരമില്ല, ഇന്ന് ഭാഷാപരമില്ല, ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു കാര്യങ്ങളും മനുഷ്യനിലൂടെ ദൈവം ചെയ്യുന്നില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷേ പലയിടത്തും നമ്മൾ കാണുന്നുണ്ട് അവിടെ അന്യഭാഷയൊക്കെ. യഥാർത്ഥത്തിൽ അന്യഭാഷയാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അന്യഭാഷ എന്ന് പറയുന്നത് ലോകത്ത് ഇല്ലാത്തൊരു ഭാഷയല്ല, എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗത്തുള്ളൊരു ഭാഷയാണ്. ആ ഭാഷ, അന്യഭാഷ ഒരുവന് കൊടുക്കുമ്പോൾ അതിനൊരു പർപ്പസ് ഉണ്ട്.
ആ അന്യഭാഷ ഒരുവനിൽ നിന്ന് വരുമ്പോൾ അവിടെ ഉള്ള ആർക്കെങ്കിലും ആ ഭാഷ മനസ്സിലാകേണ്ടതാണ്. അവിടെ ഒരു കന്നഡക്കാരനിരുന്നാൽ മലയാളി പ്രസംഗിക്കുമ്പോൾ ആ മലയാളിയുടെ വായിൽ നിന്ന് കന്നഡ ഭാഷ വരണം. എന്തിനാണ്? ആ കേട്ടുകൊണ്ടിരിക്കുന്നവന് മനസ്സിലാകണം. പക്ഷെ വർത്തമാനം പറയുന്നവന് മലയാളം മാത്രമേ അറിയാവൂ, കേൾക്കുന്നവന് കന്നഡയാണ് അറിയാവുന്നത്. പക്ഷേ ഇവർ തമ്മിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും? ആ കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ ഈ പറഞ്ഞ ഭാഷാപരം അല്ലെങ്കിൽ അന്യഭാഷ ഒരുവൻ്റെ വായിൽ നിന്ന് വരുന്നത്. അപ്പോൾ അവന് കന്നഡ ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് ആ സമയത്ത് ദൈവം കൊടുക്കുകയാണ്. അവൻ മലയാളത്തിൽ സംസാരിക്കുന്നു എന്നാണ് അവൻ വിചാരിക്കുന്നത്. പക്ഷെ മലയാളത്തിലല്ല, അവൻ സംസാരിക്കുന്നത് കന്നഡ ഭാഷയിൽ തന്നെയാണ്. അതാണ് ദൈവത്തിൻ്റെ ശക്തി. ഇത് ആവശ്യമായിരുന്നു അന്ന്. ഇന്ന് എല്ലാ ഭാഷകളിലും ബൈബിൾ എഴുതപ്പെട്ടതുകൊണ്ട് എല്ലാ ഭാഷയിലും ഉള്ള ആളുകൾക്ക് അവരുടെ ബൈബിൾ കയ്യിലുണ്ട്. അതുകൊണ്ട് ഒരു അന്യഭാഷയുടെ ആവശ്യം ഇക്കാലത്തില്ല. മാത്രവുമല്ല, അങ്ങനെ അന്യഭാഷ വരമുണ്ടായിരുന്നെങ്കിൽ ഈ പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലൊന്നും ട്രാൻസ്ലേറ്ററെ വെക്കേണ്ട കാര്യമില്ല. ഇതൊക്കെയും നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. ദൈവം അക്കാലത്ത് വെച്ചിരുന്ന കാര്യങ്ങൾക്ക് ഒരു പർപ്പസ് ഉണ്ട്. അത് കഴിഞ്ഞ് വചനത്തെ ഉറപ്പിച്ചു കഴിഞ്ഞു. അംശമായി നിന്നിരുന്ന ആ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോയി, പൂർണ്ണമായത് വന്നു. അത് വചനമാണ്, എഴുതപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ എല്ലാ ഭാഷകളിലും വചനമുണ്ട്. അതുകൊണ്ട് അത് പറയുന്ന കാര്യങ്ങളെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക, ദൈവം പറഞ്ഞ പോലെ തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ വായിക്കും, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു, പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് തേച്ചു കളഞ്ഞു. ഇതെല്ലാവരും ചെയ്യുന്നതാണല്ലോ അല്ലേ? ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ഇതൊക്കെ ക്രിസ്തുവിൻ്റെ വരവോടെ അടുപ്പിച്ച് സംഭവിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലുതോ സ്നേഹം തന്നെ. അപ്പോൾ ഏതൊക്കെയാണ് നിലനിൽക്കാത്തത്? പ്രവചനപരവും ഭാഷാപരവും അത്തരം രോഗസൗഖ്യപരവും വരം. ഒരു മനുഷ്യന് ദൈവം ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഒരുത്തൻ്റെ രോഗസൗഖ്യം കൊടുക്കാൻ മനുഷ്യന് കഴിയില്ല. ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന ആ കാര്യം മനുഷ്യനിലൂടെ ചെയ്യുമ്പോൾ അത് രോഗസൗഖ്യത്തിൻ്റെ വരം അവന് ലഭിച്ചു എന്ന് പറയും. അങ്ങനെ പറയുന്നത് വിശ്വാസവും പ്രത്യാശയും സ്നേഹം നിലനിൽക്കും. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീങ്ങിപ്പോകും എന്ന് പറഞ്ഞു. നീങ്ങിപ്പോയി. അത് 1-ാം നൂറ്റാണ്ടോടെ ഇതെല്ലാം അവസാനിച്ചു. അതിൻ്റെ ആവശ്യം പിന്നെ വന്നിട്ടില്ല. കാരണം വചനം ഉറപ്പിച്ചു പോകുന്നു. ഈ ചെയ്ത അത്ഭുതത്താലും അടയാളത്താലും വചനത്തെ ഉറപ്പിച്ചു പോകുന്നുവെന്ന് നമ്മൾ വായിച്ചത്. വചനത്തെ ഉറച്ചു കഴിഞ്ഞു. അങ്ങനെ അത്ഭുതങ്ങളും അടയാളങ്ങളും നിന്നു പോവുകയും ചെയ്തു. അത് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ലോകത്ത് അങ്ങനെയല്ല ഈ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള അറിവും വിശ്വാസവും എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ സ്ട്രെസ് ചെയ്ത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് പറയുന്നത്. വീണ്ടും വായിക്കുക, അതങ്ങനെ തന്നെയാണെന്ന് പരിശോധിക്കുക. അങ്ങനെ തന്നെയാണ് നമ്മൾ മുൻവിധിയോടോ അല്ലെങ്കിൽ നേരത്തെ അറിഞ്ഞ കാര്യങ്ങളൊന്നും മാറ്റമില്ലാത്തതാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. കേൾക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനങ്ങളെ വെച്ച് വേണം പരിശോധിക്കാൻ. ആരോടെങ്കിലും ചോദിച്ചാൽ അവരുടെ വിശ്വാസമായിരിക്കും, അവരുടെ അറിവായിരിക്കും പറഞ്ഞു തരുന്നത്. അപ്പം അങ്ങനെയല്ല. അപ്പം വീണ്ടും തെറ്റിദ്ധരിക്കപ്പെട്ട് വഴിതെറ്റിപ്പോകാനിടയാകാതെ ഇത് അങ്ങനെ തന്നെയാണോ എന്ന് വചനത്തിൽ നിന്ന് ഞാൻ ഒന്നോടൊന്ന് ചേർത്ത് നോക്കിയിട്ട് ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറഞ്ഞതുപോലെ ആ സഭാപ്രസംഗി മനസ്സിലാക്കുന്ന അതേ രീതി തന്നെയാണ് നമുക്കും ദൈവം വെച്ചിട്ടുള്ളത്. നമ്മൾ ഒന്നോടൊന്ന് പരിശോധിച്ച് നോക്കണം. ഈ വചന പുസ്തകത്തിലെ പല ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ അതുകൊണ്ടാണല്ലോ ഇവിടെ നിന്നിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ ഒരു തെളിച്ചത്തിന് വേണ്ടിയിട്ട് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പോയതും വെളിപാട് പുസ്തകത്തിലേക്കും ഒക്കെ പോയത്. അപ്പം അങ്ങനെയാണ് അതിനെ ഈ കേൾക്കുന്ന ആൾക്ക് അത് ശരിയാണെന്ന് ബോധ്യപ്പെടാനുള്ള തെളിവുകൾ തന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ പരിശോധന. ഞാൻ തന്നെ ഒരു പരിശോധന നടത്തി കാണിച്ചു തന്നിട്ടുണ്ട്. ഇനിയൊരു പരിശോധനയുടെ ആവശ്യമില്ല. എങ്കിലും ഞാൻ പറയുന്നു, പരിശോധിക്കുക, ശരിയാണെന്ന് തിരിച്ചറിയുക, അറിഞ്ഞത് വിശ്വസിക്കുക, അന്ത്യത്തോളം ആ വിശ്വാസത്തിൽ നിലനിൽക്കുക. വിശ്വാസമാണ് ഇതിനടിസ്ഥാനം. വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം. പക്ഷേ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അറിവാണ് എന്നുള്ളത് നമ്മൾ അറിയാതിരിക്കരുത്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ച ക്രിസ്തുവിനെയും അത് യേശു തന്നെ പറയുന്നതാണ്. നീ അയച്ച ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ എന്നാണ് അവിടെ വായിക്കുന്നത്. അപ്പം നിത്യജീവൻ എന്താണെന്ന് അവിടെ പറയുകയാണ്. അത് ഏകസത്യദൈവമായ യഹോവയായ ദൈവത്തെ അറിയുക, അതുപോലെ ദൈവം അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ അറിയുന്നതാണോ ദൈവരാജ്യം, അല്ലെങ്കിൽ അറിയുന്നതാണോ നിത്യജീവൻ?
അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ്, ആ വാക്യമാണത്. അപ്പോൾ ഈ കാരണം എന്ന് പറഞ്ഞാൽ അറിവല്ലല്ലോ, വിശ്വാസമല്ലേ പ്രാധാന്യം. വിശ്വാസമാണ് ഈ നിത്യജീവന ആധാരം. പക്ഷേ വിശ്വാസത്തിന് ആധാരമായിരിക്കുന്ന എന്താണ്? അത് അറിവാണ്. അറിവ് തെറ്റിയാൽ വിശ്വാസം തെറ്റും. അതാണ് അതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ അറിവുകൾ തെറ്റാണെങ്കിൽ, അറിവുകളാണ് നമ്മൾ വിശ്വാസത്തിലേക്ക് നയിക്കുന്നത്. ആ വിശ്വാസം തെറ്റിയാൽ നമ്മൾ എത്തേണ്ടടുത്ത് എത്തില്ല. അതുകൊണ്ട് പ്രാധാന്യമാണ് നമ്മുടെ വിശ്വാസത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കാതെ ആ വിശ്വാസം വചനപ്രകാരമാണോ, അത് യഥാർത്ഥ അറിവാണോ എന്ന് പരിശോധിക്കേണ്ടത് വ്യക്തിപരമായ ഉത്തരവാദിത്വമാണെന്ന് ഊന്നി പറഞ്ഞുകൊള്ളട്ടെ. നന്ദി. ഈ ഒരു ദിവസവും കൂടെ ഈ സെഷനിൽ കേട്ടിരുന്ന താങ്കളെ പ്രത്യേകമായി നന്ദിയും അനുമോദനവും അർപ്പിക്കുന്നു. തുടർന്നും വചനത്തിലെ കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവാനും അത് പരിശോധിക്കാനും ഒക്കെ ഇടയാകട്ടെ. ഈ ഇതിനോട് ചേർത്ത് ടെലിഫോണിൽ വിളിച്ച് താങ്കൾക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ കൂടുതൽ ഡിസ്കഷനിലേക്കും അത് ഉറപ്പിക്കുന്ന കാര്യങ്ങളിലേക്കും പോകാവുന്നതാണ്. പ്രയോജനപ്പെടുത്തുക എന്നുകൂടി ഈ സമയം പറഞ്ഞുകൊള്ളട്ടെ. താങ്ക് യു.